ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുഷാർ മേത്ത കൃത്യമായി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വലംകൈയായി നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന വിഡ്ഢിത്തരങ്ങൾ ഓരോന്നായി രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇന്ത്യ മുന്നണി മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തുള്ള നിയമബോധമുള്ള ഏവരും പൊളിച്ച് പാളീസാക്കുകയാണ്. കപിൽ സിബലിനെ പോലെ മുതിർന്ന അഭിഭാഷകർ തുഷാർ മേത്ത എന്താണ് ചെയ്തു വെക്കുന്നത് എന്നുള്ളത് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ അകത്താക്കാൻ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കാൻ വേണ്ടി സമയം ചോദിച്ച ആളാണ് ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് ഓർക്കണം. സുപ്രീം കോടതിയുടെ മുമ്പിൽ വലിയ രീതിയിലുള്ള മെലോഡ്രാമയാണ് ഈ സോളിസിറ്റർ ജനറൽ പദവി ദുരുപയോഗിച്ചുകൊണ്ട് തുഷാർ മേത്ത നടത്തിയത്. അറ്റോർണി ജനറലിന്റെ കൂടി അറിവോടുകൂടി നടത്തിയതാണ് ഇത് എന്നാണ് പുള്ളിക്കാരൻ പിന്നീട് പറയുന്നത്. ഒരു കൺവിൻസിങ് സ്റ്റാർ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തുഷാർ മേത്ത. പറയുന്നതെല്ലാം പൊള്ളത്തരങ്ങളാണെങ്കിലും ഇത് കേട്ട് സുപ്രീം കോടതി തന്നെ മണ്ണ് കപ്പുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് മൂപ്പര് 5 കൊല്ലത്തിലധികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിവാർഡ് എന്ന രീതിയിലാണ് BJP സംഘപരിവാർ ഇപ്പോഴും അദ്ദേഹത്തിനെ തന്നെ കൃത്യമായി സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവായി അവിടെ അറ്റോർണി ജനറലായി വെച്ചിരിക്കുന്നത്. കോടികൾ അനധികൃതമായി സമ്പാദിച്ചു എന്ന കേസിന്റെ പേരിലാണ് യശ്വന്ത് വർമ്മ എന്ന ഇന്ത്യൻ ജുഡീഷ്യറി മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് ധൻഖർ മുൻ ഉപരാഷ്ട്രപതി നേരത്തെ വന്നത്. അദ്ദേഹത്തിന് ഉൾപ്പെടെ കൃത്യമായി ഏറ്റവും മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത. ഇദ്ദേഹത്തിന് ഒരു ഡ്യുവൽ ക്യാരക്ടറാണുള്ളത്. അതായത് കോടതിയിൽ വന്ന് വ്യാജ തെളിവുകൾ ചമച്ചുണ്ടാക്കി ആളുകളെ പരസ്യമായി ഉലഭ്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി, കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ കോടതിയോട് വിനയാന്വിതനായി സമയം ചോദിക്കുന്ന വ്യക്തി. ഇദ്ദേഹത്തിന് BJP കൊടുത്ത സഹായങ്ങൾ വളരെ വലുതാണെന്നും ഇതിന്റെ ആസ്തി പരിശോധിച്ചാൽ ശതകോടികളുടെ വർധനവ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഉണ്ടായത് തെളിവോടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. തുഷാർ മേത്തയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുകയും ചെയ്താൽ ഈ അനധികൃത സ്വത്തുകൾ എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാകും. നമുക്കറിയാം, കോർപ്പറേറ്റുകളെ മുഴുവൻ വിലക്കെടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിച്ചിരിക്കുകയാണ് BJP. കോർപ്പറേറ്റ് നയങ്ങൾ, കോർപ്പറേറ്റ് വൽക്കരണ നയങ്ങളെ കൃത്യമായി സംരക്ഷിക്കുന്ന നിർമ്മലാ സീതാരാമൻ എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത സ്ത്രീ ഈ രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് വിടുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ന്യായീകരിച്ച് മെഴുകുകയാണ് മിസ്റ്റർ തുഷാർ മേത്ത.